ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പും ഡാഫോഡ് ടണലിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഫോട്ടോ ടണലിൻ്റെ എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഇട്ടത്. കാറിൻ്റെ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് സൈഡ് വ്യൂ മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ പിന്നെ ഒരു ദിവസം പോയപ്പോൾ ഫുൾ വ്യൂ എടുത്തതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു ചാനലിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇടുമ്പം അതിൻ്റെ കൂടെ ഞാൻ ഉൾക്കൊള്ളിച്ച് ഇടാം. പിന്നെ കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഇട്ടത് ഞാൻ ഓർഡർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മാത്സുമായിരുന്നു ഇട്ടിരുന്നത്. ഇന്ന് ഞാൻ പെർസെൻറ്റേജ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനമൊക്കെ ഉൾക്കൊള്ളുന്ന, അതായത് ബേസിക് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് പെർസെൻറ്റേജ്? അതാണ് ഇപ്പം പറയുന്നത്. പെർസെൻറ്റേജ് എന്തെന്ന് നമുക്കറിയണം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർ 100 എന്നാണ് അർത്ഥമാക്കുന്നത്. പെർ 100 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്തെന്ന് വെച്ചോ, ഒരു 40% എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളതിനെ എന്തെന്ന് എഴുതാൻ പറ്റും? 100-ൽ എത്ര എന്ന് എഴുതാൻ പറ്റും? 100-ൽ 40. അത് 40/100 എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷണൽ രൂപം എന്നാണ് പറയുന്നത്. 40/100 എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ രൂപമാണ്. ഈ ഫ്രാക്ഷണൽ രൂപത്തിൽ നമുക്ക് ഡെസിമൽ രൂപത്തിലോട്ട് മാറ്റാനും പറ്റും. അന്നേരം ഡെസിമൽ രൂപം എന്ന് പറയുമ്പോഴത്തേക്ക് 40 എഴുതി 100 കൊണ്ട് ഭാഗിക്കുന്ന 2 സ്ഥാനം മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. അന്നേരം 0.40 എന്ന് പറയാം. അതിനെ നമുക്ക് ചുരുക്കി വേണമെങ്കിൽ 0.4 എന്നും എഴുതാം. ലാസ്റ്റിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്കിടണമെന്ന് ഇല്ല. അന്നേരം ഇത് ബേസിക് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, ഒട്ടും മാത്സ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മനസ്സിലാവുന്ന അതേ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ 25% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 25/100 എന്നാണ് അർത്ഥം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഫ്രാക്ഷണൽ രൂപം എന്ന് പറയുന്നത്. ഇതിനെ ഡെസിമലാകുമ്പം വീണ്ടും 2 സ്ഥാനം മാറ്റി ഡെസിമൽ കൊടുക്കും. 1, 2 ഡെസിമൽ കൊടുത്ത് 0. അങ്ങനെ 0.25 എന്ന് എഴുതാം. ഇവിടെ 0 ലാസ്റ്റ്, മുകളിൽ 0 ലാസ്റ്റ് വന്നുകൊണ്ട് നമുക്കത് എഴുതിയില്ലെങ്കിലും 0.4 എന്നേ ഒരു പക്ഷേ ഓപ്ഷൻ ഉള്ളൂ എങ്കിൽ നമുക്കത് കറക്റ്റ് ആൻസറാണ്. നിങ്ങളിങ്ങനെ 2 സ്ഥാനം ഡെസിമൽ അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞത്. ഡെസിമൽ മാറ്റുക എന്ന് പറയുമ്പോൾ 0.40 ആയിരുന്നു, പക്ഷേ ഇവിടെ 0 ഇല്ല. എന്നുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ട. 0.4 ആണ്. 0.40 എന്ന് പറയുന്നത് ഈക്വലാണ്. അതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ വരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2 and 1/2, 2.5% എന്ന് നമുക്ക് 2.5% എന്നുള്ളതിനെ നമുക്കെങ്ങനെ എഴുതാൻ പറ്റും? അതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. 2 and 1/2 എന്ന് നേരത്തെ എഴുതിയതിൻ്റെ കണക്ക് 2 and 1/2/100 എന്നല്ലേ നമ്മൾ എഴുതുന്നത്. 2 and 1/2 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? അതിനെ നമുക്ക് 2.5 എന്ന് നമുക്ക് എഴുതിക്കൂടെ? /100 എന്ന് എഴുതാം അല്ലേ? ഇനി 2 സ്ഥാനം മാറ്റി ഡെസിമൽ ഇട്ടാൽ പോലെ അതിൻ്റെ ഡെസിമൽ ഭാഗം കിട്ടാൻ വേണ്ടി നമുക്കിവിടെ ഉണ്ടായിരുന്നത് 2.5 ആയിരുന്നു. പോയിൻ്റ് ഇവിടെയായിരുന്നു. ഇവിടുന്ന് 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റണം. രണ്ടാമതൊരു സ്ഥാനമില്ല, അവിടെ 0 കൊടുത്ത് വീണ്ടും ഡെസിമൽ കൊടുത്തു. അന്നേരം അതിനെങ്ങനെ എഴുതാൻ പറ്റും? 0.025 എന്ന് എഴുതാൻ പറ്റും. ഡെസിമൽ കഴിഞ്ഞതിന് ശേഷം അക്ഷരങ്ങളിങ്ങനെ ഓരോന്നായിട്ടേ നമ്പറായിട്ടേ പറയാൻ പറ്റും. അല്ല 0.025 എന്നൊന്നും പറയാൻ പാടില്ല. 0.25 അത് തെറ്റാണ്. 0.25 എന്ന് പറയണം. അതാണ് പിന്നെ ഒരു പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷണൽ രൂപവും ഡെസിമൽ രൂപവും. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് വന്നിരുന്നാലും സംശയമൊന്നും വേണ്ട, അതുപോലെ എഴുതുക. വേറെ ഇംപ്രോപ്പറായിട്ട് വരുന്ന പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അത് ഞാൻ ആൻസർ നിങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് മൊത്തവും. അതായത് നമുക്കൊരു എക്സാമിനേഷൻ 600 മാർക്കിന് നടത്തി അത് 100% മാർക്ക് അതിന് കിട്ടിയെന്ന് പറഞ്ഞാൽ 600 മാർക്കും കിട്ടിയെന്നർത്ഥം. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ നിന്ന് 100/100 എന്ന് എഴുതാം. 100/100 എന്ന് പറഞ്ഞാൽ 1. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വലായ ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ 1 ആണ്. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 50/100 എന്നാണ് പറയുന്നത്. അത് പകുതിയാണെന്ന് നമുക്കറിയാം. അത് 0 വെട്ടി 5 10-നകത്ത് 2 പ്രാവശ്യം അടങ്ങും. അന്നേരം 1/2. അന്നേരം ഒരു
സംഖ്യയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ 50% കണ്ടുപിടിക്കാൻ അതിനെ 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് അർത്ഥം. ഒരു സംഖ്യയുടെ 25% കണ്ടുപിടിക്കുന്നതിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 25/100 എന്ന് എഴുതാം. അതിന് നമുക്ക് പൂർണ്ണമായിട്ടും വെട്ടാൻ പറ്റും. ഒരു പ്രാവശ്യം 25, 4 പ്രാവശ്യം 100. അതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന 1/4 ആണ്. അന്നേരം ഒരു സംഖ്യയുടെ 25% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കണം. അതുപോലെ 20, ഇങ്ങനെ ചില സംഖ്യകളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കാണാതെ പഠിച്ച് വെച്ചേക്കണം. 20% നിന്ന് 20/100 ആണ്. അതും വെട്ടിപ്പോകാൻ പറ്റും. 2 10-നകത്ത് 5 പ്രാവശ്യം 1/5. എന്നിട്ട് 20% കണ്ടുപിടിക്കാൻ ഏത് സംഖ്യയിലാണോ എളുപ്പത്തിൽ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ 10% കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 10% എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യണമെന്ന് 10/100 ആണ്. 10/100 ആണ്. അവിടെ സീറോസ് വെട്ടിക്കഴിഞ്ഞാൽ 1/10 ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് നമുക്കറിയാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ഡെസിമൽ ഇട്ടാൽ മതി. സംഖ്യയുടെ കൂടെ ഒരു ഡെസിമൽ ഇട്ടാൽ മതിയെന്ന് അർത്ഥം. ഉദാഹരണത്തിന് 365-ൻ്റെ 10% കാണാൻ പറഞ്ഞാൽ എത്ര എഴുതാം? ഒരു സ്ഥാനം മാറ്റണം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റണം. 365 എന്ന് പറയുമ്പോൾ 36.5 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അത് പ്രത്യേകം മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ നമുക്ക് ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്താണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് അറിയാനുള്ളത്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എറൈസർ എടുത്ത് ഞാൻ വെച്ചില്ലായിരുന്നു. അതെടുക്കാനാണ് ഞാൻ 1 മിനിറ്റ് എടുത്തത്. ഉദാഹരണത്തിന് ഒരു ചാക്കിൽ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, നിങ്ങൾ കേട്ടോളൂ. ഒരു ചാക്കിൽ 10 കിലോഗ്രാം അരി ഉണ്ട്. അതിൽ നിന്നും 2 കിലോഗ്രാം അരി എടുത്തു മാറ്റി. എന്നാൽ ആ എടുത്തു മാറ്റിയ അരി, അത് 2 കിലോഗ്രാം അരി മൊത്തം ഉള്ളതിൻ്റെ എത്ര ശതമാനമാണ് എന്നൊരു ചോദ്യം വന്നെന്നിരിക്കട്ടെ. അതുപോലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വെച്ചിരുന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ആകെ എത്രയുണ്ട്? ആകെ എത്രയാണ് അവർ പറഞ്ഞേക്കുന്നത്? 10 kg. മാറ്റിയത് എത്രയായിരുന്നു? നമ്മൾ എടുത്ത് മാറ്റിയത് 2 kg. ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ മാറ്റിയത് ഡിവൈഡഡ് ബൈ ആകെ ഉണ്ടായിരുന്നത് ഇൻറ്റു 100. എന്നിട്ട് ഇത് വെട്ടി ചെയ്യുമ്പം 2 × 10 20% നമുക്ക് കിട്ടും. അന്നേരം ഒരു സംഖ്യയുടെ ഒന്നിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് പാർട്ട് ഡിവൈഡഡ് ബൈ ഹോൾ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറയാൻ പറ്റും. ഏതൊരു കാര്യമായിരുന്നാലും അതാണ് ഓക്കെ. ഇപ്പം നമുക്ക് എക്സാമൊക്കെ നടത്തുന്നത് ഇപ്പം SLC പരീക്ഷ 1200 മാർക്കിനാണ് അല്ലേ? അതുപോലെ നമുക്ക് അതിൻ്റെ 925 കിട്ടിയ ഒരു കുട്ടി, അതിന് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ മാർക്ക് പരീക്ഷ, അതായത് ആകെ മാർക്ക് 1200 കിട്ടിയ മാർക്ക് 900 എഴുതാം. നമുക്ക് ഡെസിമൽ 925 വരുമ്പോൾ ഡെസിമൽ ആവും. 900 ആണെന്ന് ഇരിക്കട്ടെ. അന്നേരം അതിന് എത്ര ശതമാനം കണ്ടുപിടിക്കുന്നതിന് 1200 കിട്ടിയ മാർക്ക് 900 ബൈ 1200 ഇൻറ്റു 100. ഇതുപോലെ തന്നെ മുകളിൽ ചെയ്ത് അതുപോലെ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഇത് പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100. ഇവിടെ ഈ സീറോസ് നമുക്ക് വെട്ടാം. ഇനി 9/12 നമുക്ക് കിടക്കുന്നത് അല്ലേ? അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും? നിങ്ങൾക്ക് വെട്ടി വരുമ്പോഴത്തേക്ക് ഡെസിമലൊക്കെ ഇവിടെയും വരുന്നുണ്ട്, എങ്കിൽ ഞാൻ വെട്ടാം. ഇവിടെ വരുമ്പം 9 കൊണ്ട് നമുക്ക് ഇതിനകത്ത് 4 അടങ്ങും കേട്ടോ. എളുപ്പത്തിൽ 4 അടങ്ങുമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തെന്ന് വെച്ചിരുന്നാൽ ഈ ഡബിൾ സീറോ, ഒരു ജോഡി സീറോ വന്നു കഴിഞ്ഞാൽ ഈ 1s 10th പ്ലേസുകൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ രണ്ടും സീറോ ആണെങ്കിൽ ആ സംഖ്യയിൽ 4 അടങ്ങും. എന്നിട്ട് 900 4 അടങ്ങുമെന്ന് മനസ്സിലാക്കി. 12 4 അടങ്ങും നമുക്കറിയാലോ. 4 3 12. ഇവിടെ 4 കൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് 2 4 8,
റിമൈൻഡർ 1 10, 10-നകത്ത് 2 4 8, വീണ്ടും റിമൈൻഡർ 2 ആണ്, 20-നകത്ത് I 4 20, 225/3 വന്നു. 225/3 വന്നു. ഇനി 3 കൊണ്ട് ഇതിന് അടങ്ങത്തില്ല. ഒന്ന് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചിരുന്നാൽ, ഈ ഡിജിറ്റുകൾ ഞാൻ കൂട്ടി നോക്കി. 2 + 2 + 5, 2 + 2 4, 4 + 5 എത്ര വന്നു? 4 + 5 9. 9-നകത്ത് അടങ്ങുമല്ലോ, 3 അടങ്ങും. 3 കൊണ്ട് വെട്ടാൻ നമുക്ക് പറ്റും. അന്നേരം അടങ്ങും 9. അന്നേരം ഇവിടെ 3 കൊണ്ട് വെട്ടാൻ പറ്റും. 1, ഇവിടെ 7 3 21, റിമൈൻഡർ 1 ഉണ്ടായിരുന്നു 15, I 3 15, 75% എന്ന് നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അന്നേരം അത് 3 കൊണ്ട് അടങ്ങുന്ന സംഖ്യയാണെന്ന് മനസ്സിലാക്കി. അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി അടങ്ങത്തില്ല എന്ന്. പക്ഷേ ആ നമ്പറുകൾ ഇങ്ങനെ ഡിജിറ്റുകൾ കൂട്ടി നോക്കുമ്പോൾ 3-ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3 അടങ്ങിയിരിക്കും. അന്നേരം ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റും? 75% ആണെന്ന് പറയാൻ പറ്റും. അന്നേരം പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി. ഇപ്പം പാർട്ട് ബൈ ആകെ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നും വേഗം പഠിച്ചു വെച്ചിരിക്കും. പക്ഷേ എന്തോത്തിനെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കണം. പാർട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 പറയുമ്പോൾ പാർട്ട് ബൈ ടോട്ടൽ ഇൻറ്റു 100 അത് പറയുന്ന രീതിക്ക് തന്നെ മാറ്റങ്ങളുണ്ട്. ഇൻറ്റു 100 ന്യൂമറേറ്ററിലാണ് വരുന്നത്. അത് എഴുതുമ്പം പ്രത്യേകം ശ്രദ്ധിച്ചെഴുതി കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ഒട്ടും അറിയാൻ വയ്യാത്തവരാണ്. അറിയാവുന്നവർ കണ്ട് ബോറടിക്കേണ്ട, അവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. 90% മാർക്കുള്ള ഒരു കുട്ടിക്ക് എത്ര മാർക്ക് എന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് അതിനെ അറിയാം, 90% ആണെന്നറിയാം. അന്നേരം എത്ര മാർക്കാണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും പറയാൻ പറ്റുന്നില്ല. ആകെ പരീക്ഷ നടത്തിയത് 1200 മാർക്കിനാണ്. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അന്നേരം 1200 ആകെ മാർക്ക്, ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ കേട്ടുപോകുക. ആകെ മാർക്ക് എക്സാം നടത്തിയ മാർക്കാണ്. മാർക്ക് 1200. കിട്ടിയ പെർസെൻറ്റേജ് ആണ്, കിട്ടിയ പെർസെൻറ്റേജ് 90%. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1200-ൻ്റെ 90% കണ്ടാൽ പോരെ? അത് കിട്ടിയ മാർക്ക് ഉണ്ടെങ്കിൽ 1200-ൻ്റെ 90% കണ്ടുപിടിക്കണം. 90% നമുക്ക് എഴുതുമ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ എൻ്റെ 90% കണ്ടുപിടിക്കണം. അങ്ങനെ വരുമ്പം 1200-ൻ്റെ എന്ന് വരുമ്പോഴത്തേക്ക് ഇൻറ്റു ഇട്ടിട്ട് 90%-ൻ്റെ ഫ്രാക്ഷണ രൂപം എഴുതണം. ഇനി വെട്ടാൻ നോക്കുക. വെട്ടുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെയും വെട്ടാം നിങ്ങൾക്ക്. ഇവിടെ ഒരു 0 ഉണ്ടായി, ഈ ഒരു 0 ആയിട്ട് വെട്ടി. ഇനി ബാലൻസ് ഒരു 0 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അങ്ങനെ വെട്ടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ വെട്ടി മറ്റതൊക്കെ ഡയറക്റ്റ് വെട്ടിയെന്നേ ഉള്ളൂ. ഇനി 12, ഈ 120 × 9 ഇവിടെ ഉള്ളത്. 120 × 9 അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12-ന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എളുപ്പത്തിന്. അതിന് 2 × 9 എത്ര വരും? 18 വരും. 18-ൽ 8 എഴുതി. റിമൈൻഡർ 1 ഉണ്ടല്ലോ, 9 9, ആ 9 റിമൈൻഡർ 1 കൂട്ടി 10. ഇനി ഇവിടെ 0 ഇടാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 1080 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അതാണ് അതിന് കിട്ടിയ മാർക്ക്. അന്നേരം 1200 90% മാർക്ക് കിട്ടിയ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പറയാം? 1080 മാർക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാം. ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നതിരിക്കട്ടെ. ഇതെന്നിട്ട് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇട്ട് ചെയ്ത് നോക്കണം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ 80-ൻ്റെ എത്ര ശതമാനമാണ്? 32. തിരിച്ച് നമുക്ക് ആൻസർ ഉണ്ട്, ശതമാനം എത്രയെന്ന് കണ്ടുപിടിക്കണം. 80-ൻ്റെ ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതണമെങ്കിൽ എഴുതാം. 80-ൻ്റെ ബോർഡിന് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലേ? അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റി എഴുതാൻ പരിമിതികളുണ്ട് ബോർഡിൻ്റെ. 80-ൻ്റെ എത്ര ശതമാനമാണ് 32 എന്ന് ഉണ്ട്, 32 എന്ന് കിടക്കുന്നു. നമുക്കിതങ്ങ് മായ്ക്കാം. മായ്ച്ചിട്ട് കറക്റ്റ് എഴുതാൻ പറ്റും.
80ൻ്റെ എത്ര ശതമാനമാണ് 32 എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. 80ൻ്റെ എത്ര ശതമാനമാണ് 32 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നിരിക്കട്ടെ. അന്നേരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 80ൻ്റെ എക്സ് ശതമാനമാണ് 30. എക്സ് ഒരു അൺനോൺ ഫാക്ടർ നമ്മളെടുത്ത് നമുക്ക് ശതമാനം അറിയത്തില്ല. അതുകൊണ്ട് എത്ര ശതമാനമാണ് 32 നമുക്ക് അറിയത്തില്ല. 80ൻ്റെ എക്സ് പെർസെൻറ്റേജ് ആണ് 32 എന്നിരിക്കട്ടെ എന്നെടുക്കുക. നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ 80ൻ്റെ വരുമ്പോൾ നമ്മൾ ഇൻറ്റു കൊടുത്ത് x/100 ഫ്രാക്ഷണൽ രൂപം എക്സ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി. അത് തന്നിട്ടുണ്ട് എത്രയാണെന്ന് 32 തന്നിട്ടുണ്ട്, 32 എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതി. ഇനി ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് വേണം. 80 നമ്മൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിലും എഴുതാം. ഇവിടെ നേരത്തെ പഠിച്ച പോലെ നമുക്കിവിടെ വെട്ടാൻ പറ്റും. സീറോസ് ഓരോന്ന് വെട്ടിക്കളഞ്ഞു. ഇനി 8 × x 8x എഴുതി /10 = 32 ആണ് വന്നത്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഈ അൺനോൺ ഫാക്ടർ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരണം. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കണം. അത് വരത്തക്ക രീതി നമുക്ക് ഇവിടെ 32/1 ഉണ്ടെന്ന് അറിയാം. അന്നേരം ആ 32/1 അന്നേരം 8x × 1 എന്ന് പറയുന്നത് 8x = 32 × 10. അത് അതുപോലെ തന്നെ എഴുതി. മൾട്ടിപ്ലൈ ചെയ്ത് വലിയ സംഖ്യ ആക്കിയൊന്നും വേണ്ട. 32 10 320 ആക്കണ്ട. നമ്മൾ സിമ്പിൾ രൂപത്തിൽ തന്നെ എഴുതി പോയാൽ മാത്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ല എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. ഒന്നും നമ്മൾ കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമേ വരാത്തൊരു സബ്ജക്റ്റാണ്. പഠിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പിടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 8 × x വരുമ്പോൾ എക്സ് കണ്ടുപിടിക്കുന്നതിന് ഈ 8 കൊണ്ട് റൈറ്റ് സൈഡിലുള്ള സംഖ്യയെ ഡിവൈഡ് ചെയ്യണം. അതായത് 32 × 10/8. 8 32. 8ൻ്റെ ടേബിളുണ്ട്. 8ൻ്റെ ടേബിളിനകത്ത് 4 8 കറക്റ്റ് അടങ്ങും 32 4 പ്രാവശ്യം. 1 8 4 8 32. ഇനി 4 × 10 അവിടെ കിടക്കുന്ന 40. നമുക്കത് എക്സ് പെർസെൻറ്റേജിലായിരുന്നു 40% നമുക്ക് ആൻസറും കിട്ടും. 80ൻ്റെ എത്ര ശതമാനമാണ് 32 എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും 80ൻ്റെ 40% ആണ് 32 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പെർസെൻറ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പാർട്ട് ഡിവൈഡ് ബൈ ഹോൾ × 100 ആണ്. ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഭാഗം ബൈ മുഴുവൻ ഭാഗം × 100. അതായത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ ചുരുക്കി പറയും. പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷണൽ രൂപം പറഞ്ഞു, ഡെസിമൽ രൂപം പറഞ്ഞു, ഓരോന്നും പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു. അതിൻ്റെ രീതിയിലുള്ള 2-3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും നേരത്തെ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ ആ വീഡിയോയും കാണുക. ഇത് കണ്ട് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.